പ്രൈസ് ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ കല്ലറയ്ക്കിലേക്ക് കടന്നു പോകുന്ന ചില സഹോദരന്മാരുടെ ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. ആ യാത്രയിൽ അവർ പറയുന്നൊരു വാക്കുണ്ട്, കല്ലറയിൽ നിന്ന് ആരാണ് കല്ല് നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റുന്നത്? അടുത്ത വാചകത്തിൽ എഴുതിയിട്ടുണ്ട്, അത് വലുതായിരുന്നു. ഇവരെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ്. പക്ഷെങ്കിൽ ഇവർ ആ കല്ലറയ്ക്കിലേക്ക് വളരെ സന്തോഷത്തോടെ കടന്നു പോവുകയാണ്. അവർക്കറിയാം, ഞങ്ങളുടെ മുമ്പിൽ ഉരുട്ടി മാറ്റാൻ, ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിലുണ്ട്. എങ്കിലും ഇവർ വീട്ടിലിരിക്കാതെ കല്ലറയ്ക്കിലേക്ക് കടന്നു പോവുകയാണ്. അടുത്ത ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ആ കല്ല് ഉരുട്ടി മാറ്റിയതായിട്ട് അവർ കണ്ടു. ഇവർ കല്ലറയ്ക്കിലേക്ക് കടന്നു പോകുമ്പോൾ ഇവരുടെ മനസ്സിന്റെ ചിന്ത, കല്ല് ആര് ഉരുട്ടി മാറ്റും? പ്രശ്നത്തെ ആര് പരിഹരിക്കും? മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ ഈ ഭാഗം പറയുന്നിടത്ത് മറ്റൊരു വാക്കോട് എഴുതിയിട്ടുണ്ട്, പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് കല്ല് ഉരുട്ടി മാറ്റി. തീർന്നില്ല, അടുത്തൊരു വാക്കോട് ശ്രദ്ധിക്കണം, ഉരുട്ടി മാറ്റിയ കല്ലിന്മേൽ ദൂതൻ ഇരിക്കുകയാണ്. ഈ സഹോദരിമാർക്ക് ആ പ്രയാസം അവിടെ പരിഹരിക്കപ്പെട്ടു. യേശുവിനെ കണ്ട് അവർ മടങ്ങുന്നു. വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ട ഒരു സത്യമുണ്ട്, എല്ലാവർക്കും എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രശ്നം വരും. ചില ഭാരമുള്ള കല്ല് നമ്മുടെ മുമ്പിലൊക്കെ കാണും. എന്നാൽ ഒരു ഭാരമുള്ള കല്ല് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലിരുന്നാൽ, എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നാൽ എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ യേശു ഉള്ളിടത്തേക്ക് ചെല്ലണം. ഈ സഹോദരിമാർ യേശുവിനെ വെച്ചിടത്തേക്കാണ് പോകുന്നത്, യേശുവിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ പ്രശ്നം എപ്പോഴാണ് പരിഹരിക്കപ്പെടുന്നത്? യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ നമ്മൾ ചെല്ലുമ്പം തന്നെ ആ പ്രശ്നത്തെ എൻ്റെ കർത്താവ് പരിഹരിച്ചിരിക്കും. വളരെ സന്തോഷത്തോടെ നമുക്ക് മടങ്ങി വരാൻ കഴിയും. യാത്രാവേളയിൽ അവർക്കൊരു ചിന്തയുണ്ട്, ഇതാരും ഉരുട്ടി മാറ്റും, ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന ചിന്ത അവരുടെ ഉള്ളിൽ വന്നിട്ടും ഇവർ അടങ്ങിയിരുന്നില്ല. വാസ്തവമായി അതല്ലേ അവരുടെ വിജയം. അവിടെ പ്രശ്നമാ, അവിടെ കല്ല, അവിടെ ചെന്നാൽ പ്രയോജനമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അടങ്ങി വീട്ടിലിരുന്നിരുന്നെങ്കിൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് ഇവർക്ക് കാണാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. പലപ്പോഴും ചില ഭാരമുള്ള കല്ല്, ചില വലിയ കല്ല് ആരൊക്കെയോ ഉരുട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് മുന്നോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിൽ ചില തടസ്സങ്ങൾ അവിടെ കാണും. പക്ഷെങ്കിൽ ഞാൻ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ ഞാൻ എത്തും മുമ്പ് തന്നെ ആ പ്രശ്നം എൻ്റെ കർത്താവ് പരിഹരിച്ചിരിക്കുമെന്ന് മാത്രമല്ല, ഇനി നാളെ അതൊരു പ്രശ്നമാകാതിരിക്കത്തക്കവണ്ണം സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരു ദൂതനെ വിട്ട് അതിന്മേൽ കയറിയിരുത്തും. എന്തിന്? നാളെ വീണ്ടും ഇതാരും ഉരുട്ടി വയ്ക്കരുത്. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രശ്നമുള്ളപ്പോഴും അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടിയെടുക്കുമ്പോൾ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടതായിട്ട് കാണുന്ന ആ നല്ല അനുഭവം ഞങ്ങൾക്ക് തരണമേ. വലിയവനായ കർത്താവ് നമുക്ക് അതിനിട വരുത്തട്ടെ. ഹാവ് എ ടെൻഷൻ ഫ്രീ ലൈഫ്. ഗോഡ് ബ്ലസ് യു.